മൈക്രോവേവിനും പാകണ പാത്രങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചിലർ ചോദിക്കാറുണ്ട് എന്തൊക്കെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റും, എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ. പിന്നെ മൈക്രോവേവിനകത്തുള്ള പാത്രങ്ങളുടെ കാര്യം പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കിട്ടും. ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പം നമ്മൾ മൈക്രോവേവ് വാങ്ങിക്കുമ്പോൾ അതെ ഇതുപോലത്തെ ഒരു പാത്രം കിട്ടും. ഈ പാത്രം ഒരിക്കലും മൈക്രോവേവിൽ വയ്ക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ ഇതുപോലത്തെ മെറ്റലിൻ്റെ പാത്രം ഒരിക്കലും നമ്മൾ മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതെ ഇതുപോലത്തെ പാത്രം കിട്ടും. ഇതുപോലത്തെ പ്ലാസ്റ്റിക്, ഇത് നമ്മൾ ചായ ഉണ്ടാക്കുക, മിൽക്ക് കൊണ്ട് തിളപ്പിക്കുക, ഇതുണ്ട്. ഇതുപോലത്തെ ഒരു പാത്രം എല്ലാം ഇതിൻ്റെ കൂട്ടുകൂടെ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് കണ്ട ഇതുപോലെ 2 പാത്രം ഉണ്ടാകും ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടുള്ള. അപ്പോൾ ഇത് കണ്ട ഇത് നമുക്ക് പാല് തിളപ്പിക്കാം, പിന്നെ ചായ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഇതാണിത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇഡ്ഡലിയുടെ ബാറ്റർ നിറച്ച് ഇതിനകത്ത് വെച്ചിട്ട് സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ വെക്കണ പോലെ തന്നെ ഇഡ്ഡലിയുടെ ബാറ്റർ എടുത്ത് ഇതിൽ എണ്ണ പറ്റിയിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് ഈ പാത്രത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞ് ഇത് കണ്ടൊന്ന് മൂടുക. ഇതിന് ഇതിൻ്റെ സൈഡിൽ കണ്ടോ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഹോളുണ്ട്. ഈ ഹോളിൽ കൂടെ എയർ പൊക്കോളും. അപ്പം നമ്മളിതേ ഇഡ്ഡലി വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഹോളിൽ കൂടെ എയർ പോയിട്ട് ഇഡ്ഡലി വെന്തോളും. ഒരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതി. ഹൈ പവറിൽ ഒരു 5 മിനിറ്റ് നേരം മൈക്രോവേവ് ചെയ്താൽ നമുക്ക് ഇഡ്ഡലി റെഡി ആയിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു പാത്രം കിട്ടുന്നുണ്ടാവും. അത് എല്ലാ കമ്പനിക്കാരില്ല, ചില കമ്പനിക്കാർ ഇതുപോലെ ഒരു പാത്രം കിട്ടുന്നുണ്ടാവും. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അരി വെക്കണം, അരി വെക്കുക, ചോറ് വയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം കിട്ടും. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങളെല്ലാം നമുക്ക് മൈക്രോവേവിൽ വയ്ക്കാം. പിന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ മെറ്റലിൻ്റെ പാത്രം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കേക്ക് ഡിഷൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് ഇതിൽ കൺവെൻഷനിൽ കേക്ക് ഉണ്ടാക്കാൻ വെക്കാനുള്ളതാണ്. നമുക്ക് ഗ്രില്ല് ചെയ്യാനാകുമ്പോൾ എപ്പോഴും ഈ പാത്രം വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യാവുള്ളൂ. പ്ലാസ്റ്റിക് പാത്രം വെക്കാൻ പാടില്ല. ഗ്രില്ല് ചെയ്യാൻ നേരത്ത് ഇതുപോലെ ഈ മെറ്റലിൻ്റെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന പാത്രം മാത്രമാണ് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് മൈക്രോവേവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇതുപോലത്തെ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ കടയിൽ കിട്ടും. അത് സാധാരണ പാത്രമല്ല, ചില മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്ന നല്ല കമ്പനികളുടെ പാത്രങ്ങൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലത്തെ പാത്രങ്ങൾ കിട്ടും. ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കുക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചൂടാക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ